ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇജിയനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോർ ദി സെക്കൻഡ് ഡേ ട്രെക്ക്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു, വെദർ ടു നോ നമ്മൾ ഈ ഒരു ട്രെക്ക് ചെയ്യാൻ ഫിറ്റ് ആണോ എന്നുള്ളത്. അപ്പം മെഡിക്കൽ ചെക്കപ്പിന് അവർ തന്നെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോകും. ബിക്കോസ് നമ്മൾ പാക്കേജ് എടുത്തിട്ടുള്ളതുകൊണ്ട് അവർ തന്നെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് ബേസിക് ടെസ്റ്റൊക്കെ എടുക്കും. ബി പി ചെക്ക് ചെയ്യും, വെയിറ്റ് നോക്കും, ഹൈറ്റ് നോക്കും, ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഇജിയനിലോട്ട് പോകുന്ന ആ ഫോറസ്റ്റ് വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ജേർണി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അറൗണ്ട് ബ്രൂമോന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് അറൗണ്ട് 10 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയതാണ്. വൈകിട്ട് അവിടെ 5:36 എന്തോ ആയി നമ്മൾ ഇജിയൻ സിറ്റി എത്തിയപ്പോൾ. അപ്പോൾ പോകുന്ന വഴി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അധികം വണ്ടിയൊന്നുമില്ല. നമ്മൾ പോകുന്നത് ആർമി ബേസ് ക്യാമ്പ് വഴിയൊക്കെയാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ടയേർഡായതുകൊണ്ട് നമ്മൾ ഉറങ്ങി പോവുമായിരുന്നു. എണീക്കുമ്പോൾ കാണുന്നതാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ തന്നെ കുറച്ചധികം പേര് ഈ ട്രെക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ മോർണിംഗ് തുടങ്ങിയ ജേർണി നമ്മൾ കഴിഞ്ഞപ്പോൾ അറൗണ്ട് 5:36 എന്തോ ആയി. ഡെഫിനറ്റ്ലി ഭയങ്കര ടയേർഡായിരുന്നു. ബിക്കോസ് ഒരേ ക്യാരവനിൽ നമ്മൾ ഇരുന്നിട്ടില്ലേ പോകുന്നത്. പിന്നെ ഈ ഗ്രൂപ്പിലുള്ളവർ ഓരോരുത്തർ ഓരോ സ്റ്റേ ആയിരിക്കും, അതായത് പാക്കേജ് വൈസ്. അപ്പോൾ അവരൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റാണ് നമ്മളുടെ സ്റ്റേയിലോട്ട് എത്തുന്നത്. അപ്പം അറൗണ്ട് 7 എന്തോ ആയി, 7-8 ആയിരുന്നു. അപ്പം നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു നമ്മൾ നിന്ന സ്റ്റേ. ഇതാണ് പ്ലേസ്. അങ്ങനെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് കിടന്നിട്ട് 8 മണിയൊക്കെ കിടന്നു. അത് കഴിഞ്ഞ് എണീറ്റ് ഒരു 2 മണിയായപ്പോൾ നമ്മളെ ക്യാബ് പിക്ക് ചെയ്യാൻ വന്നു. പിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ബേസ് ക്യാമ്പിൽ എത്തിയിട്ട് നമ്മുടെ ഗൈഡിൻ്റെ കൂടെ ഇരിക്കുവാണ്. അപ്പോൾ ഗൈഡിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഇവർ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും നമുക്ക് മാസ്ക് ഒക്കെ തരും. ബിക്കോസ് നമ്മൾ പോകുന്ന ഹൈലി സൾഫർ ഫ്യൂംസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിലാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സോർട്ട് ഔട്ട് ചെയ്ത് സംസാരിച്ചൊക്കെ ഇരിക്കുവാണ്. നല്ല തണുപ്പായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. ഓൾറെഡി ഉറക്കമില്ല. എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ട്രെക്ക് തുടങ്ങാൻ പോവുകയാണ്. ആൻഡ് വെൽക്കം ടു ഇജിയൻ. സോ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് അറൗണ്ട് 2.5 hours ട്രെക്കിംഗ് ഉണ്ട് മുകളിലോട്ട് നടക്കാൻ. ആ കേൾക്കുന്നത് ഞങ്ങളുടെ ഗൈഡിൻ്റെ ചിരിയാണ്. പുള്ളി ചിരിച്ചൊക്കെ കളിച്ച് ഇങ്ങനെ കയറുവാണ്. ഈ ചിരിച്ച് കളിച്ച് കയറുന്ന ഉത്സാഹമൊന്നും ലാസ്റ്റ് പോകുമ്പോൾ ആർക്കും കാണില്ല. സോ അത് കയറാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ലൈക്ക് മണൽ പോലെയാണ്. അപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ലൈക്ക് ചറുകി പോകാനൊക്കെ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ലൈറ്റ് ഇല്ല, അങ്ങനെ ഒരുപാട് കാര്യം. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ അങ്ങ് വെറുത്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഒരു ക്യാമ്പ്, ആ ഒരു പോയിന്റിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ബിക്കോസ് ലിറ്ററലി ഡെഡായി ഞാൻ. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എനർജി ആയി. 4 കിലോമീറ്റർ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു നമ്മുടെ ഹൈക്ക്. ആദ്യത്തെ 2 കിലോമീറ്റർ ഭയങ്കര സ്റ്റീപ്പ് ആൻഡ് സ്ലൂപ്പാണ്. ആഫ്റ്റർ ദാറ്റ് ഒരു 1 കിലോമീറ്റർ സ്ട്രെയിറ്റും പിന്നെയുള്ള ബംപിയാണ്. ഇതിൽ 2 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ നമുക്ക് സൾഫറിൻ്റെ സ്മെല്ലടിച്ച് തുടങ്ങും. അപ്പോൾ ആ സൾഫറിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മാസ്ക് ഇടണം. ആ മാസ്ക് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ എക്സോസ്റ്റഡ് ആവും. സോ ഇപ്പം നമ്മൾ ക്രേറ്ററിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് സൺറൈസ് കാണാനായിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബ്ലൂ ലൈറ്റ്സ് കാണാൻ പറ്റില്ല. കാരണം ഇവിടെ ബ്ലൂ ലൈറ്റ് ഇപ്പം അവൈലബിൾ അല്ല. ഇപ്പം എത്ര ഡിഫിക്കൽട്ടാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഡിഫിക്കൽട്ടാണ്. ഈ ഷുഡ് ഗോത്തെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ബിക്കോസ് ഇപ്പോൾ സൺറൈസ് ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇപ്പം ആവുമായിരിക്കും. അപ്പം ഇവിടെ ഇക്വേറ്ററിൻ്റെ അടുത്തായതുകൊണ്ട് സൺറൈസ് ഈസ് ഓൾവേസ് ബിറ്റ്വീൻ 5 to 5:30. സോ അറിയത്തില്ല. ഞാനിവിടെ എന്തായാലും ഇക്വേറ്ററിൻ്റെ അടുത്ത് വെയിറ്റിംഗ് ആണ്. കാരണം സൺറൈസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ടാണ്. അങ്ങോട്ട് പോകാൻ വീണ്ടും 1 കിലോമീറ്റർ നടക്കണം. ആൻഡ് ഐ ആം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് ബിക്കോസ് നോസ് ബ്ലോക്ക്, നോസിൽ ഗ്രോത്ത്, ആസ്മ ആൻഡ് വീസിങ് ഉള്ളത് മാക്സിമം അത് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ്
I felt like I was going to die, like at some point. ആ ലൈറ്റ്സ് കാണുന്നതാണ് സൺറൈസ് പോയിന്റ്. നമ്മൾ അതിൻ്റെ താഴെ ഇരിക്കുന്നത്. പക്ഷെ നിയർലി 1 കിലോമീറ്റർ ഉള്ളൂ. ബട്ട് ഐ കാൺ ടേക്ക് ദാറ്റ് റിസ്ക്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ സൺറൈസ് കാണാമെന്ന് വിചാരിച്ചു. കയറുന്ന വഴിയൊന്നും എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഭയങ്കര പാടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് അങ്ങനെ സ്ലോലി സൺറൈസ് തുടങ്ങി. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ബ്യൂട്ടിഫുൾ ബ്ലൂ കളറിലുള്ള ലേക്കാണ് നമ്മുടെ ഫ്രണ്ടിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൾഫർ ലേക്കിൻ്റെ ഫ്രണ്ടിലാണ്. സോ ദിസ് ഈസ് സൾഫർ ഫ്യൂംസ്. ഇവിടെ നിന്നാണ് നമുക്ക് നോർമലി ബ്ലൂ ലൈറ്റ്സ് കാണാൻ പറ്റുന്നത്. ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. പക്ഷേ ദിസ് ഈസ് ദ ബ്ലൂ ലേക്ക്. ഇതിൽ എപ്പോഴും ചൂടുവെള്ളമാണ് വരുന്നത്. ബിക്കോസ് ഇത് ക്രേറ്ററാണ്. ഈ ക്രേറ്ററിൻ്റെ അകത്ത് നിന്ന്, അതായത് വോൾക്കാനോ വരുന്ന സാധനത്തിനാണ് നമ്മൾ ക്രേറ്റർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ക്രേറ്ററിനകത്തുള്ള വെള്ളം എപ്പോഴും ഭയങ്കര ചൂടായിരിക്കും. ബിക്കോസ് അടിയിൽ ആ വോൾക്കാനോൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്യൂംസ് ഓൾവേസ് ഭയങ്കര സ്ട്രോങ് ആണ്. എസ്പെഷ്യലി വെൻ വിൻഡ് ബ്ലോസ് ആ ഫ്യൂംസ് ബേണിങ് കൂടും. നിങ്ങൾക്ക് കണ്ടറിയാം ഫ്യൂംസിൻ്റെ കളർ ഈസ് ഓൾസോ ഗ്രീൻ ബിക്കോസ് ഇറ്റ് ഈസ് സൾഫർ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മാസ്ക് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ദോസ് വിത്ത് ബ്രീത്തിങ് ഇഷ്യൂസ്. നമുക്ക് നോസ് നല്ല ബ്ലോക്ക് ആവും. നോസ് അല്ല, ലൈക്ക് നമ്മൾ ഇൻഹേലും എക്സൈലും ചെയ്യുന്ന സൾഫറാണ്. സോ ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട്. അപ്പോൾ ഇത് കാണാനായിട്ടാണ് നമ്മൾ 4 കിലോമീറ്റേഴ്സ് ട്രെക്കിങ് ആൻഡ് ഹൈക്കിങ് ആണ് വന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ സൺറൈസ് വ്യൂ. നമ്മൾ പോകുന്നില്ല ബിക്കോസ് ഓഫ് ഹെൽത്ത് കൺസ്ട്രെയിൻസ്. സോ നമ്മളിവിടെ ഇരുന്നിട്ട് സണ്ണ് കാണാം. പിന്നെ മൂണേഴ്സ് ആസ്വദിക്കണം. സോ ഇതാണ് സൺറൈസ് വ്യൂ പോയിൻറ്റ്. ഞാൻ നേരത്തെ കാണിച്ച പ്ലേസിൻ്റെ ടോപ്പ് സൈഡ്. സോ ഇവിടെ നിന്ന് സൺറൈസ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബട്ട് താഴെ നിന്നാലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അന്ന് നമുക്ക് ക്ലൗഡി ആയിരുന്നു. അതുകൊണ്ട് പോകാത്ത എന്തുകൊണ്ടും നല്ലതായെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ താഴെ നിന്ന് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. റേസ് വരുമ്പോഴാണ് ആ വാട്ടറിൻ്റെ കളർ ചേഞ്ച് കാണാൻ പറ്റുന്നത്. നമ്മളപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണുന്നതാണിത്. ഇവർ താഴെ പോയിട്ട് ആ റോക്സിൻ്റെ അവിടെ നിന്ന് സൾഫർ എടുത്തുകൊണ്ട് വരുവാണ്. സോ ഇങ്ങനെയാണ് സൾഫറിൻ്റെ കളർ. ഫ്രഷ്ലി മൈൻ ചെയ്യുന്ന സൾഫർ ഓൾവേസ് ഓറഞ്ച് കളറായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് അത് മാറി യെല്ലോ കളറാവുന്നത്. അപ്പം ഇത് ഇവർ ലൈക്ക് ഗിഫ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സെല്ല് ചെയ്യുന്നുണ്ട് അവിടെ. കുറച്ച് മുകളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ സൾഫറിൽ ഇങ്ങനെ കുറച്ച് സിലിണ്ടേഴ്സ് ചെയ്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ പേര് ഇരിപ്പുണ്ട് ഇതേപോലെ. ഇത് ഫ്രഷ്ലി മൈൻ ചെയ്ത സൾഫറാണ്. അത് കഴിയുമ്പോൾ ഇത് യെല്ലോ കളറാവും. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി. ബാക്കിൽ വരുന്ന പുള്ളിയാണ് എന്നെ അത്യാവശ്യം നല്ല ഹെൽപ്പ് ചെയ്ത്. നമ്മുടെ ഗൈഡായിരുന്നു, സെക്കൻഡ് ഗൈഡായിരുന്നു. ബട്ട് പുള്ളി വാസ് വിത്ത് മീ ത്രൂ ഔട്ട്. ഇനി നമ്മൾ പോകുന്ന സ്റ്റേയിലോട്ട് പോയിട്ട് ഫ്രഷായിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ബട്ട് വൺസ് ഇൻ എ ലൈഫ് ടൈം ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ബട്ട് ഹെൽത്തും കൂടെ കൺസിഡർ ചെയ്യണം നമ്മൾ. സോ ഫാർ ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ എനിക്ക് കുറച്ചധികം ടൈം വേണ്ടി വന്നു മുകളിലോട്ട് കയറാനായിട്ട്. ബിക്കോസ് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു, സ്ലോപ്പി ആയിരുന്നു. ആൻഡ് ഫൈനലി മുകളിലോട്ട് എത്തി. പിന്നെ തിരിച്ചിറങ്ങാൻ അതിനേക്കാളും പാടായിരുന്നു. നമ്മൾ വിചാരിച്ച് കയറുമ്പോൾ പാടാണെന്ന് വിചാരിച്ച് കയറി. പക്ഷെ ഇറങ്ങാനായിരുന്നു അതിനേക്കാളും പാട്. കാലിവിടെ വെച്ച് അങ്ങ് പോയി നിൽക്കും. കാലൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. അതിൻ്റെ ഇഷ്ടപ്രകാരമൊക്കെ ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് പോവുക. അതേ പറ്റൂ നമ്മളെ കൊണ്ട്. അങ്ങനെ ഇറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ്.
ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ആൻഡ് ഓൾസോ ഇന്നത്തോടെ നമ്മുടെ പാക്കേജ് കഴിഞ്ഞു. 3 days and 2 nights. അപ്പം നമ്മൾ ഈ പാക്കേജിൽ കവർ ചെയ്ത് വാട്ടർഫാൾസ്, ബ്രോമോ, പിന്നെ ഇന്നത്തെ നോർമലി പാക്കേജ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഫുഡൊക്കെ കവേർഡാണ്, പക്ഷേ ഇവിടെ ഇല്ല. കവേർഡാവുന്ന ട്രാൻസ്പോർട്ടേഷനും ടിക്കറ്റ്സും മാത്രമേ ഉള്ളൂ. ഫുഡ് നമ്മൾ തന്നെ നോക്കണം. പിന്നെ ഒരു ദിവസത്തെ സ്റ്റേ, അതായത് ഇന്നലെ നൈറ്റത്തെ സ്റ്റേ മാത്രം അവർ കവർ ചെയ്തു. ബാലൻസ് ഒക്കെ നമ്മൾ തന്നെ നോക്കണം. ഇനി ഇവിടെയാണ് നമ്മൾ പോകുന്നത് ലൊവീനയിലേക്കാണ്. സോ ലൊവീനയിൽ പോകാനായിട്ട് നമുക്ക് 11:20 വണ്ടി ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം നമ്മളുടെ സ്റ്റേയിൽ പോയിട്ട് ഫ്രഷായിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈമുണ്ട്. ഇപ്പം 8 ആവാൻ പോകുന്നതേ ഉള്ളൂ. 8 ആയിട്ടില്ല, 7:30 ആവുന്നേ ഉള്ളൂ. അപ്പം സ്റ്റേ എത്തുമ്പോൾ ഒരു 9 ഒക്കെ ആവും. അത് കഴിഞ്ഞ് ടൈമുണ്ട്, ഫ്രഷായിട്ട് പതുക്കെ ഇറങ്ങിയാൽ മതി. അപ്പം ലൊവീനയിൽ എത്തിയിട്ട് ഇനി കാണാം.